ശിവാജി ഗണേശന്റെ അമ്മയായിട്ട് ആ കാലത്ത് അഭിനയിക്കാൻ ഒരു ശിവാജിയുടെ അമ്മയായിട്ടല്ല, ജയലളിതയുടെ അമ്മയായിട്ട്. ശിവാജിയുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ തമ്മിൽ കോമ്പിനേഷൻ വന്നിരിക്കില്ല. കൊച്ചിലെ അങ്ങനത്തെ എന്തോന്നും ആയിരുന്നു. ഇത് എൻ്റെ മരുമകനാണ്. ശിവാജി ജയലളിത അമ്മ, പട്ടിക്കാട് ജയലളിതയുടെ അമ്മയാണ് ഞാൻ. പട്ടിക്കാട് പട്ടണം. അത് ചെയ്യാൻ സമ്മതിച്ചു, സെറ്റിൽ പോയി. പക്ഷെ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്, എനിക്ക് പടമേ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാൻ വന്നതാ. ആദ്യത്തെ സീനെ ശിവാജിയുടെ കൂടെ ആയിരുന്നു. അയാളെ ഡേ വാടാ പോടാന്നൊക്കെ വിളിക്കുന്ന, എനിക്ക് പടമേ വേണ്ട. എന്നുവെച്ചാൽ വളരെ കൊച്ചിലെ തൊട്ടേ അദ്ദേഹത്തിന് അറിയാം, ദിവസവും കണ്ടോണ്ടിരിക്കുന്നതാണ്. അതിനാ തന്നെ ഷാപ്പിങ്ങില്ല ജ്യൂസ് അങ്ങനെ പപ്പയ്ക്കൻ്റെ കൂടെയൊക്കെ കണ്ടോണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം മേക്കപ്പ് ഒക്കെ ഇട്ട് ക്യാമറയുടെ മുന്നിൽ അടിക്കുന്ന സീനും ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ VK രാമസ്വാമി അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. പടമല്ലേ അമ്മ, അഭിനയിക്കണം, നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് പറഞ്ഞ്. അദ്ദേഹമായിരുന്നു എൻ്റെ ഹസ്ബൻഡായിട്ട്. ഒരുപാട് വർഷമായിട്ട് അറിയാം. നല്ല ലഗ്നം പപ്പിങ്ങനെയും കൂടെ ഉള്ളപ്പോൾ തൊട്ടേ അറിയാം. പിന്നെ ഡയറക്ടർ, അങ്ങനത്തെ അവരിൽ അവരുടെ ആ നിർബന്ധം കൊണ്ടാണ് തിരിച്ചു ഞാൻ ആ പടത്തിൽ അഭിനയിക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ അപ്പോഴേ ഞാൻ പോയത്. അപ്പോൾ ഈ ക്യാരക്ടർ റോൾസിലാണ് മിക്കവാറും അമ്മ ചെയ്തിരിക്കുന്നത് അല്ലേ? ഒരുപാട് ക്യാരക്ടർ. ഇത് ആ സമയത്ത് ഇപ്പോൾ 21 വയസ്സിലെ അമ്മ റോൾ, അതുമാതിരി NTRന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ശിവാജിയുടെ കൂടെ. കാര്യം എന്തെന്ന് എല്ലാവരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതായത് അന്ന് ഉണ്ടായിരുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ എല്ലാ ചീഫ് മിനിസ്റ്റർ അഭിനയിച്ചിട്ടുണ്ട്. ശിവാജി സെറ്റിലിരിക്കുമ്പോൾ ഉറങ്ങി എന്ന് ഭാവിച്ചിട്ട് നമ്മൾ വിചാരിക്കും അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഡയലോഗ് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് കണ്ണടച്ചോണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ എവിടെ നമ്മൾ നിർത്തിയോ അവിടെ ചോദിക്കും. ആ വാക്ക് എവിടുന്നാണെന്ന് വെച്ചാൽ അദ്ദേഹം അവിടുന്ന് ചോദിക്കും. അപ്പുറം തന്നെ ചൊല്ല്, ഒരിക്കൽ വായിച്ചാൽ മതി. ഒരു ഡയലോഗ് ഇങ്ങനെ ഒരിക്കൽ വായിക്കും. അദ്ദേഹത്തിന് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ 100 വാട്ടി വാശി പറയും. അമ്മ അത് കഴിഞ്ഞാൽ എങ്ങനെ പറയുന്ന അറിഞ്ഞുകൊണ്ട് അത് NT രാമാറാവും അതെ, ഇദ്ദേഹമാണ്. ഈ കാലത്തിലേക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരാരും സുകുമാരിമ്മയുടെ കൂടെ ഇല്ല. അതൊരു വലിയ വാക്കുമായിട്ട് തോന്നിയിട്ടില്ലേ? എന്നൊന്നും പറയാനൊക്കില്ല. എന്നുവെച്ചാൽ നമ്മൾ എവറി ഡേ വി ആർ ഗോയിങ്, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആരൊക്കെ വരുന്നു, ആരൊക്കെ പോണു, ഇത് നമ്മൾ തിരിഞ്ഞു നിന്ന് നോക്കാനുള്ള ഒരവസരമില്ല, ടൈമില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 1 hour എന്താണ് പ്രോഗ്രാം, അവിടെ പോകണം, എന്നെ പെട്ടെന്ന് വിടണേ 1 മണിക്ക്. ഇപ്പം അങ്ങനത്തെ ഒരു ഇതായിപ്പോയി അല്ലേ? അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ടൈം എടുത്തു, അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് സമാധാനമായിട്ട് പറയാം എന്നൊന്നും പറയാനുള്ള അവസരം ആർക്കും ഇല്ല. ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും ദേ ആർ വെരി ഫാസ്റ്റ്. പക്ഷെ ഇത്രയും ക്ലോസ് ആയിട്ട് ട്രാവൻകൂർ സിസ്റ്റേഴ്സും ഇല്ലാണ്ടായപ്പോൾ അവരെ പോലെ ഇനി ജനിക്കണം എന്നുവെച്ചാൽ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാരാണ്. സുകുമാരിയുടെ കാര്യം ചോദിക്കുമ്പോൾ 2500 പരം സിനിമ ചെയ്തു. പക്ഷേ ഞാൻ പറയണപ്പോൾ എല്ലാവരും ഏറ്റവും ഭയങ്കര ഡൈവേഴ്സ് ക്യാരക്ടേഴ്സ് നോക്കണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമ നോക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് 6 മാസത്തെ പടങ്ങൾ ചെയ്ത് നോക്കിയാലും സുകുമാരിയുടെ എല്ലാ റോൾസും ഡിഫറെൻ്റ് ആയിരിക്കും. ലൈക്ക് മറ്റേ ബോയിങ്ങിലെ ഡിക്കമ്മായി മുതൽ ആൾക്കൂട്ടത്തിൽ തന്നെയല്ലേ ആ ശ്രീജാനു ആ ക്യാരക്ടേഴ്സ് വരെ. ഇത് ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഇല്ല എന്നാണ് ഞാൻ കേട്ടേക്കണേ ഒരു റോളിനും. അങ്ങനെയാണോ? ഇല്ല. എന്തെന്ന് വെച്ചാൽ അല്ല, ഞാൻ ഈ നേരത്തെ ചെന്ന് അവരുടെ അടുത്ത് ചോദിക്കുന്ന എന്താണ് വേഷം, എന്താണ്, ഞാൻ ഒരു കാര്യം ചോദിക്കും. ബിക്കോസ് ഡയറക്ടേഴ്സ് എല്ലാവരും മിക്കവാറും അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് വേണ്ടാത്ത ഒരു വേഷത്തിന് അവരെന്നെ വിളിക്കാറില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സുമാരി ചേച്ചി ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് അവർ നമ്മളെ വിളിക്കുന്നത്. പിന്നെ എന്തിനാ അവരുടെ അടുത്ത് ഒരു 10 ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ആവശ്യമില്ല. അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചോദിക്കും, സാർ എന്താ വേഷമാണ്, ഇപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ സർട്ടൺ തിങ്സ് ഒക്കെ വേണം. അതിന് പെട്ടെന്ന് അവിടെ ചെന്ന് ഒരു ആംഗ്ലോ ഇന്ത്യൻ ഫ്രോക്ക് എടുത്തിടാനും പറ്റില്ല. സോക്സ് വേണം, അതിന് വേണ്ട ക്ലോത്ത്സ് വേണം, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ചോദിക്കും. പിന്നെ ചിലരുടെ അടുത്ത് നമ്മൾ എന്താണ് വേഷം എന്ന് ചോദിച്ചാലും ചിലർ തെറ്റായിട്ട് വിചാരിക്കും. അവരിപ്പോൾ വേഷം അറിഞ്ഞാലേ സിനിമ ചെയ്യുള്ളൂ എന്ന് ചില ആൾക്കാർ ചോദിക്കുമ്പോൾ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്തല്ല ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പൊ വന്നിരിക്കുന്ന ഡയറക്ടേഴ്സൊക്കെ പുതിയ ആൾക്കാരാണ്. അവർക്കും അവരുടേതായിട്ടുള്ള എന്തെല്ലാം ഇങ്ങനെ പറയണം, അല്ലെങ്കിൽ
ഈ പഴയ ഡയറക്ടേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പൊ ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റും. പക്ഷെ ഒറിയലും ബംഗാളിയിലൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു ഇത്? കാരണം ഇവിടുന്ന് അന്ന് ഞാൻ ചെയ്ത ബംഗാളി എന്ന് പറയുന്നത് ഇറ്റ് വാസ് വെരി ലോങ്. ഓക്കെ. അന്ന് സത്യത്തിൽ പറഞ്ഞാൽ മലയാളം പടം പോലെ ആയിരുന്നു. അതിലും മേക്കപ്പ് ഒന്നുമില്ല. അതായത് 10 മണിക്ക് ഷൂട്ടിങ്ങിന് വരും, 5 മണിക്ക് പോകും. സീരിയൽ മതി. ആരും ഫുഡ് ഒന്നും ചോദിക്കില്ല. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എനിക്ക് ഫുഡ് കൊണ്ടു തരുന്നത്. ഇവരെല്ലാരും ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ഈ ഓഫീസിൽ പോകുന്നില്ലേ, അതുപോലെയായിരുന്നു. അന്ന് എനിക്ക് ഒരു വലിയ ഒരു ഇത് കിട്ടിയത് ഗോപി കൃഷ്ണ, അദ്ദേഹമായിരുന്നു എൻ്റെ കൂടെ. മുഴുവനും ഡാൻസ് ആയിരുന്നു, 7 ഡാൻസ്. അതുകൊണ്ട് അതിനെ സമയം ശരിയായിരുന്നു. പിന്നെ 1-2 ഡയലോഗ് എന്തോ ഒക്കെ പറഞ്ഞു.